ഞാൻ സുനിൽ. നിങ്ങളെല്ലാവരും സന്തോഷം. എന്താ പറയാ, എല്ലാവരും ഇപ്പോഴും സുന്ദരികളൊക്കെ ഞാൻ വന്നപ്പോ തന്നെ ചോദിച്ചത് നമ്മുടെ പഠിച്ചുള്ള ആളെന്നെയാണോ? ഞങ്ങള് അവിടെ ഡിഗ്രി സെക്കൻഡ് ഇയറിനാണ് വന്നു ചേർന്നത്. ഫസ്റ്റ് ഇയർ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതില് രാജീവ് മാഷ് മാത്രമേ ഞങ്ങളെ ക്ലാസ് എടുത്തിട്ടുള്ളൂ. രാജീവ് മാഷ് ഞങ്ങൾക്ക് അധികം അറിയുള്ളൂ, പിന്നെ ഒരാരും വന്നിട്ടില്ല. ഞാൻ ഇപ്പൊ തൃശ്ശൂര് ഒരു ചെറിയ ബിസിനസ്സായിട്ട് നിൽക്കുന്നു. ഫ്രൂട്ട്സ് അല്ല, ഞങ്ങള് അത് 24 hour ആയിരുന്നു. ഒരു ദിവസം ഞാൻ ഉണ്ടാവുള്ളൂ, പിറ്റേ ദിവസം വേറെ ആൾക്കാരാവും. മാത്രമേ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളൂ. അതാ അവിടെ കണ്ടുണ്ടാവും, രണ്ടുപേരുണ്ടാവുള്ളൂ. പ്രസ് ക്ലബിന്റെ തൊട്ട എഴുതിയിട്ട് ഫ്രൂട്ട്സിന്റെ ഒരു കടയുണ്ട്. അതവിടെ തൃശ്ശൂർ വന്നിട്ട് ഷട്ടറില്ലാത്ത കടാന്ന് ചോദിച്ചാൽ മതി, ആർക്കറിയാം. ഷട്ടറില്ല ഇനി. പിന്നെ രണ്ട് മക്കള്, മോള് 9ാം ക്ലാസ്സിൽ, മോൻ 6ാം ക്ലാസ്സിൽ. 23 കൊല്ലമായിട്ട് തൃശ്ശൂർ തന്നെ ഉണ്ട്. അതിലൊരു 4-5 കൊല്ലം ഗുജറാത്തിലെ ട്രെയിൻ ഓപ്പറേറ്ററായിട്ട് പോയി. പിന്നെ വീണ്ടും ഇവിടെ നിന്ന് തൃശ്ശൂർ തന്നെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് അറിയാത്തവരെ ഇതിലുണ്ടാവാൻ സാധ്യത. ഈ ഫോട്ടോയില് എന്നെ ഈ റൂമിൽ കണ്ടു ഷർട്ട് ഞാന് കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തില് ഒരു 50-49 ഒക്കെയാണ് എന്റെ വെയിറ്റ്. ഇന്ന് 110 ആണ് എന്റെ വെയിറ്റ്. ആ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് പറഞ്ഞാൽ ആക്ച്വലി എനിക്കൊരു അസുഖം, ഒരു ഓട്ടോമിനൽ ഒരു ഡിസീസ് വന്നിട്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് സ്റ്റീറോയിഡ് എടുക്കേണ്ടി വന്നു. ഒരു വർഷത്തോളം സ്ഥിരമായിട്ട് ഞാൻ സ്റ്റീറോയിഡ് എടുക്കേണ്ടി വന്നു. അതുകൊണ്ട് പെട്ടെന്ന് വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടി. രാജീവ് മാഷ് പറഞ്ഞ പോലെ ഇതുപോലെ ഒരു 7 ദിവസം കോമ സ്റ്റേജിലും 1 മാസം ഹോസ്പിറ്റലിലും എടുത്തിട്ടുണ്ട് ഞാൻ ദുബായില് ഈ അസുഖം വന്നിട്ട്. അപ്പോൾ പിന്നെ അവിടെ റിക്കവർ ചെയ്ത് വന്ന് കുറെ ഒരു 8 മാസത്തോളം നാട്ടില് അമൃതയിലൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തിരിച്ചു പോയത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊന്നും തടി കൂടി. അപ്പോ ഞാന് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ തടി കുറയുന്നില്ല. പിന്നെ ഇപ്പൊ തന്നെ ഫുഡ് ഹാബിറ്റ് കൂടുതലാണ്. എവിടെ പോയാലും പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഈ ഹോളിഡേയ്സിൽ പോകുമ്പോൾ അല്ലെങ്കിൽ വെക്കേഷൻ ഡേയ്സ് കിട്ടുമ്പോൾ നമ്മൾ വരെ പോയി. ഇപ്പൊ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ
ചിലപ്പോൾ ഞാനൊരു 10 കിലോ കുറച്ചിട്ട് വരും. നാട്ടിൽ വന്ന് ഒരു മാസം നിന്ന് കഴിഞ്ഞാൽ ഈ 15 കിലോ കൂടിയിട്ട് തിരിച്ചു പോവുക. അതാണ് കുഴപ്പം. അതുപോലെ തന്നെ ആക്ച്വലി ഫാമിലി എനിക്ക് ഞാൻ വിവാഹം കഴിച്ചിട്ടുള്ളത് കാഞ്ഞാടിന്നാണ്. മഞ്ഞേന്ന് തന്നെയാണ്. മാർക്കറിയില്ല. അല്ല, ഞാൻ ഫൈനൽ ഇയർ പഠിക്കുമ്പോ വൈഫ് ഇവിടെ +1 ആണ് പഠിച്ചിരുന്നത്. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ തുടങ്ങിയൊരു പ്രണയമാണ്. പിന്നെ അത് തുടർന്ന് ഒരു 6 വർഷത്തോളം ആ പ്രണയം ഉണ്ടായിരുന്നു. അതിന് 6 വർഷത്തിന് ശേഷം വിവാഹം കഴിച്ചു. 2006 എൻ്റെ വിവാഹം. ഇപ്പൊ ഒരു 18 വർഷം കഴിഞ്ഞു. അതിങ്ങനെ പോകുന്നു. എല്ലാ പ്രണയ വിവാഹങ്ങളും മറ്റേ വിജയമാണോ എന്ന് ചോദിച്ചാൽ അല്ല അല്ല എന്ന് പറയാൻ പറ്റില്ല. പരാജയമാണോ എന്ന് ചോദിച്ചാൽ പരാജയമാണോ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോ ഇങ്ങനെ സുഖമായിട്ട് പോകുന്നു. ഒരു മകൻ, എല്ലാത്തിനുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ ഒരു മകനാണുള്ളത്. മകൻ ഇപ്പോൾ +1 പഠിക്കുന്നു. ഇവിടെ പാടൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തൊരു സ്കൂളുണ്ട്, പാടൂർ ഇംഗ്ലീഷ് ഹൈസ്കൂൾ. ഞാൻ പഠിച്ചിരുന്ന സ്കൂൾ തന്നെയാണ്. അവിടെ +1 പഠിക്കുന്നു. എൻ്റെ മകനും ഗംഗയുടെ മകനും ഒരുമിച്ച് ഒരു ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. ഗംഗയുടെ മകനിപ്പോൾ അവിടെ തന്നെ CBSE തുടർന്നും +1 പഠിക്കുന്നു. ഞാൻ മകനെ സ്റ്റേറ്റ് സിലബസിലേക്ക് ചെയ്യിച്ചത്. പിന്നെ BCom എന്ന് പറയുന്ന കടമ്പ ഞാൻ 5 വർഷം കൊണ്ടാണ് എഴുതിയെടുത്തത്. 3 വർഷത്തിൽ എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. 5 സുനി എത്ര വർഷം പിടിച്ചോളൂ? 5-6 വർഷം പിടിച്ചിട്ടുണ്ട്. സുനി ഞാൻ ഒരുമിച്ച് എക്സാം എഴുതാൻ പോയി. ഞാൻ രണ്ടുപേരും ഒരുമിച്ച് പൈസലും അന്നാണ് ഞാനും പൈസലും. സുനി ഇംഗ്ലീഷ് തോറ്റിട്ട് ഇംഗ്ലീഷിന് അല്ല 4 വർഷം പറയാൻ പറ്റില്ല. കാരണം ഞാനും സുനിയും സെക്കൻഡ് ഇയറിനാണ് ചേർന്നിട്ടുള്ളത്. 4 വർഷം ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. പള്ളി ടീച്ചറെയും 4 വർഷം നമ്മളവിടെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ക്ലാസ് എടുത്തിട്ടില്ല. പിന്നെ ദിലീപ് മാഷ് പറഞ്ഞാൽ ദിലീപ് മാഷ് നമ്മളിവിടെ എല്ലാം കാണാറുണ്ട്. അതുപോലെ പൃഥ്വിരാജ് മാഷ് കാണാറുണ്ടായിരുന്നു. പക്ഷെ സാറിനെ അന്നേ നമുക്ക് പേടിയാണ്. അതുകൊണ്ട് സാറിനോട് നമ്മൾ അടുത്ത് പോയി സംസാരിക്കില്ല. അവിടെ കാണുമ്പോൾ സാറിന് കാണുമ്പോൾ ഒന്ന് ചിരിക്കുക, സൈഡിൽ കൂടെ നടന്നു പോകും. ആ ഒരു പേടിയോടുള്ള റെസ്പെക്ട് അത് ഇപ്പോഴായാലും ഇവിടെ ഈ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോഴായാലും മാഷെ കാണുമ്പോൾ നമുക്ക് സാറിന്റെ അടുത്ത് പോയി ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. സാറിനോടൊരു ബഹുമാനം അത്രയൊരു ഇത് കാണിക്കുന്നു. രാജീവ് മാഷയാണെങ്കിൽ നമ്മള് അന്നേ കോളേജ് പഠിക്കുമ്പോഴേ സാറായിട്ട് നമ്മള് ഇതാണ്. അതുപോലെ മാഷ് ഞാൻ അവിടെ വെച്ചിട്ട് എന്തോ ഒരു അസോസിയേഷന്റെ ഇതിലെല്ലാം സാറിനെ അവിടെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോ BCom സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ടെങ്കിലും അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റും. കാരണം ഞാൻ വർക്ക് ചെയ്തത് ആ ഫീൽഡിലല്ല. ഞാനൊരു HSE ഹെൽത്ത് സേഫ്റ്റി ആൻഡ് എൻവയോൺമെന്റൽ ടീം ലീഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അബുദാബിയിലെ ഒരു കമ്പനിയിൽ. ഇപ്പോൾ ഏകദേശം 17 വർഷത്തോളമായിട്ട് ഞാൻ പ്രവാസിയാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്നവരിൽ എല്ലാവരും എനിക്കറിയാം. ആരെയും അറിയത്തില്ല, എല്ലാവരും എനിക്കറിയാം. എല്ലാവരുടെ പേരും എനിക്കറിയാം. ഓക്കെ, അതിലിപ്പോൾ എമിലീനെ കല്യാണത്തിനാണ് ലാസ്റ്റ് അവിടെ നിന്ന് പോർക്കിറച്ചി കഴിച്ച് മാത്രമേ ഓർമ്മയുള്ളൂ. അതിനുശേഷം എമിലീനെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ സീനത്ത്, പ്രവി, ഇവരെല്ലാം ആ കോളേജ് ഇത് കഴിഞ്ഞതിന് ശേഷം കണ്ടിട്ടില്ല. ജിതേനെ പിന്നെ എന്നോ അല്ല കണ്ടിട്ടില്ല. ജിത കണ്ടിട്ടില്ല. ഷിബീനെ, ശാലീനെ കണ്ടിട്ടില്ല. സിനിനെ പിന്നെ ഞാൻ ലാസ്റ്റ് ടീച്ചർ ഭരിച്ചിട്ട് അന്ന് അവിടെ വെച്ചിട്ട് കണ്ടിട്ടില്ല. ടീച്ചർ ഭരിച്ചിട്ടാണ് വന്നപ്പോൾ അവിടെ വെച്ച് കണ്ടിരുന്നു. പിന്നെ സുനി എന്ന് പറഞ്ഞ നമ്മുടെ നൻപനാണ്. കാലഘട്ടം കുറെ കാലങ്ങളായിട്ട് ഞങ്ങൾ ഒരുമിച്ച്, നാട്ടുകാരനാണ്. പ്രീഡിയിൽ തൊട്ടേ ഞങ്ങൾ ഒരുമിച്ച് കുറെ ഈ ഡിഗ്രി ലൈഫ് എല്ലാം അത് കഴിഞ്ഞിട്ടുള്ള ലൈഫ് കുറെ കാലം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അവിടെ കാണുന്നതാണ്. മിഥുനെ പിന്നെ നമ്മൾ അവിടെ ഗൾഫിൽ വെച്ചും അവിടെ വെച്ചൊക്കെ കാണാറുണ്ട്. പിന്നെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അമിതേനെയൊക്കെ എങ്ങനെ കൊണ്ടാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാലത്ത് വൈകിട്ട് ഭയങ്കര പ്രശ്നമാണ്. അത് ശരിയാണ്. പിന്നെ റീനനെ ഇടയ്ക്ക് ഞങ്ങൾ വീട്ടിൽ പോകാറുണ്ട്. ഇവിടെ ലീവിന് വന്നു കഴിഞ്ഞാൽ റീനയുടെ വീട്ടിൽ പോകും. അവിടെ നിന്ന് ചായ കുടിക്കാറുണ്ട്. ബിജോനെ അതുപോലെ തന്നെ ബിജോനെ ഞങ്ങൾ കാണാറുണ്ട്. അവിടെ ബിജോനെ ഇപ്പൊ ലാസ്റ്റ്
ബിജുവരെ ഹൗസ് വാമിങ്ങിന് ഇവരെല്ലാവരും ഒത്തുചേർന്നു. പക്ഷെ അതിന് എനിക്ക് എത്താൻ പറ്റില്ല. പിന്നെ ഞാൻ ആക്ച്വലി ഇപ്പോൾ ഇവിടെ വന്നു പോയിട്ട് 3 മാസമായിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ ഒരു മീറ്റപ്പ് പറഞ്ഞപ്പോൾ അതിൽ പങ്കെടുക്കുക, എല്ലാവരും ഒന്ന് കാണുക എന്ന് പറയുന്നത് ഒരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാനൊരു 7 days ലീവ് എടുത്തിട്ട് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഇന്ന് കാലത്ത് ശരിക്കുള്ളില്ല, വരണവയ്ക്ക് ഗോൾഡും കിട്ടി. ചെറിയൊരു ഇതുണ്ടായിരുന്നു, വരണവയ്ക്ക് ഫ്ലൈറ്റില തണുപ്പടിച്ചിരുന്നു. ഇപ്പോൾ കൂടുതലായി ഗോൾഡല്ല ഒരു NRA അക്കൗണ്ട് പിടിക്കണമെന്നുള്ള ആളായതുകൊണ്ട് ഗോൾഡിനെ കുറിച്ച് ചിന്തിക്കണം. ഗോൾഡൊക്കെ കൊടുത്തിട്ടുണ്ടോ? പിന്നെ നമുക്കിതില് കുറച്ചുപേര് മിസ്സിംഗ് ആണ്. ശ്രീജിത്ത് വന്നിരുന്നു. ശ്രീജിത്ത് വന്ന് അവന്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ തിരിച്ചുപോയി. പിന്നെ ഇതില് കുറച്ചുപേര് റോഷനെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു വഴിയില്ല. കുറെ ഞാൻ ട്രൈ ചെയ്തു. ഫൈസലിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു. പക്ഷെ അവന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവന് ലീവ് കിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇതില് കൊച്ചമ്മു ഷിനോജ്, അവന്റെ ഇരട്ടപ്പേരാണ് ഇപ്പോൾ ഓർമ്മ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് കൊച്ചമ്മു. ഷിനോജ്, അനീഷിന് പിന്നെ ഇപ്പൊ പോയിട്ട് കുറച്ച് നാളായിട്ട്, അതുകൊണ്ട് വരാൻ പറ്റില്ല. ബാക്കി ഇതിൽ കുറച്ച് പേരൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അവർക്ക് എന്തോ അസൗകര്യം വന്ന് വിളിച്ച് എന്തോ വീണു, കാലിൽ എന്തോ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. വിളിച്ചിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കുറച്ച് പേര് ലാസ്റ്റ് മൊമെന്റിൽ സ്ലിപ്പായി. എന്തായാലും ഇങ്ങനൊരു ഇത് സംഗമം സംഘടിപ്പിച്ച മിഥുൻ, ബിജോയ്, പിന്നെ അതിനുവേണ്ടി ഇത്ര പ്രയത്നിച്ച ഗംഗ, അമിത, റീന, എന്ത് സനി ഇല്ല, സനിയെ കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള എല്ലാവർക്കും എന്നെ നന്ദി അറിയിക്കുന്നു. പിന്നെ അന്ന് കുറെ നല്ല ഉപദേശങ്ങൾ തന്ന എല്ലാ അധ്യാപകർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് സനീഷ്. വൈഫ് ഒല്ലൂരിൽ നിന്നാണ് കല്യാണം കഴിച്ചിട്ടുള്ള. 2 മക്കള്. വൈഫേഴ്സ് ഒല്ലൂരാണ്. 2 മക്കളാണ് പെൺകുട്ടികള്. മൂത്താള് 6-ല്, താഴെയുള്ള ആള് LKG. അപ്പോൾ ഇങ്ങനൊരു ചടങ്ങ് സംഘടിപ്പിച്ച നമ്മുടെ മിഥുനേറ്റവും ആയിക്കോട്ടെ. അന്നേരം അങ്ങനൊരു നമ്മുടെ വീണ്ടും ഓർമ്മകളിലേക്ക് എന്നുള്ളൊരു സംഭവം സംഘടിപ്പിച്ച എല്ലാ വ്യക്തികൾക്കും ഞാൻ നന്ദി പറയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതിൽ എത്തിച്ചേർന്ന നമ്മുടെ അധ്യാപകർക്ക് ഇതുപോലെ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ഇപ്പൊ ഇതില് സ്റ്റാഫില് നമുക്ക് ചിലപ്പോൾ കൂടുതൽ സ്റ്റാഫുകളുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ലത ടീച്ചർ. ടീച്ചറെ ഇത് ഇപ്പോഴും ഭയങ്കര ഒരു വിഷമത്തോടു കൂടിയാണ് ടീച്ചറെ വേർപാട് നമ്മൾ കാണുന്നത്. അപ്പോൾ അത്ര തന്നെ പറയാനുള്ളൂ. അപ്പൊ അടുത്തൊരു വീണ്ടും ഓർമ്മകളിലേക്ക് നമുക്ക് എല്ലാവരും ഇതിനേക്കാളും ഉഷാറായിട്ട്. ഞാനിപ്പോ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ ആയിട്ടാണ് വർക്ക് ചെയ്യണേ. അപ്പൊ 2 അപ്പൊ എല്ലാ വർക്കുകളൊക്കെ ഇങ്ങനെ അറിയിക്കുക. എത്ര തന്നെ പറഞ്ഞോട്ട് നിർത്തും. അത് കഴിഞ്ഞിട്ട് പാട്ട് പാടാം. അപ്പൊ ഭക്ഷണം വിരുന്നോടെയുണ്ടാവും. അപ്പൊ നമുക്ക് പാട്ട് കേട്ടുകൊണ്ട് ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. ജസ്റ്റ് ഞാൻ ലാസ്റ്റ് എന്നുള്ളതില് ബിജോയ് പ്രത്യേകം പറയേണ്ട എല്ലാവർക്കും അറിയാം. ഇപ്പൊ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിപ്പോ UAE ഫുജൈറ എമിറേറ്റില് ഒരു കമ്പനിയുടെ ഓപ്പറേഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഫാമിലി, വൈഫ്, 2 കുട്ടികളാണ്. മൂത്ത മോള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. താഴെയുള്ള മോൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പാറമേക്കാവ് വിദ്യാമന്ദിറിലാണ് പഠിക്കുന്നത്.
ഇപ്പൊ അരിമ്പൂര് വീട് വെച്ചിട്ട് ഇപ്പൊ അവിടെയാണ് താമസം. മുന്നുമാണ് എല്ലാവർക്കും അറിയാൻ മണലൂരായിരുന്നു അരിമ്പൂര് താമസിക്കുന്നത്. പിന്നെ നമ്മളെ ഇപ്പൊ ഈ ഒരു പരിപാടി അതാണ് ഇമ്പോർട്ടൻ്റ്. ഇപ്പൊ നമ്മള് കോളേജ് വിട്ടിട്ട് 10-23 വർഷം അങ്ങനെ കടന്നുപോയി. അപ്പൊ എല്ലാവരും ഇങ്ങനെ റീയൂണിയൻ എന്ന് പറയുന്നത് വളരെ റയറായിട്ട് സംഭവിക്കുന്ന സംഭവം തന്നെയാണ്. അപ്പൊ ഞാൻ കുറച്ച് ഇമോഷണൽ ആയിട്ട് പറയാം. അതായത് നമ്മള് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം മെയിനായിട്ട് എല്ലാവർക്കും പ്രവാസിനെ അറിയാം. നമ്മുടെ ശരിക്കും നാട് മിസ് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കണേ. അപ്പൊ ശരിക്കും മിസ് ചെയ്യുന്ന കാര്യങ്ങൾ അതാണ്. നാട് മിസ് ചെയ്യുമ്പോ നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയാണ് മിസ് ചെയ്യണത്. പ്രത്യേകിച്ച് ഇപ്പൊ നാട്ടിൽ കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് എത്ര അത് മനസ്സിലാക്കാൻ പറ്റുന്ന എനിക്ക് അറിയില്ല. അപ്പൊ നമ്മൾ പുറത്തു പോയെങ്കിൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ജോബ്, വീട്ടിലേക്ക് മാത്രം വരിക, അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ജീവിതം പോവുക. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഒത്തുകൂടൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സന്തോഷമുണ്ട്. അപ്പൊ അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായത്, അതായത് ഇത്രയും വർഷത്തിന് ശേഷം ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു ചേർന്നത്. അതിപ്പോ അതിന് പലരും കാരണക്കാരായി. എല്ലാവരും അതിന് സഹകരിച്ചു. നമ്മുടെ ബാച്ച് 20 പേര് 24 പേരാണ്ടുള്ളൂ. അതിൽ എല്ലാവരും 10-20 പേരിന്റെ അടുത്തോളം നമുക്ക് കൊണ്ടുവരാൻ പറ്റി. അപ്പൊ അതൊരു സന്തോഷമുള്ള കാര്യമായി. പിന്നെ എന്താ പറയാ, എൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതിപ്പോ നമ്മൾ ഡിഗ്രി കഴിഞ്ഞു, പിന്നെ കമ്പ്യൂട്ടർ കോഴ്സിന് പോയി, അങ്ങനെ CA പോയി. പിന്നെ ജോലി എന്ന് പറഞ്ഞ് ജോലിക്ക് പോയിട്ട് 10-20 വർഷം ഈ പറഞ്ഞ പോലെ ഗൾഫിൽ തന്നെയായിരുന്നു, നാട്ടിൽ വിട്ടുപോയിട്ട്. പിന്നെ ഞാൻ ഒരു 2 വർഷം മുന്നേ തിരിച്ചു വന്നിട്ട് നാട്ടിൽ നിൽക്കാന്നുള്ള പരിപാടിയൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൂടാന്നൊക്കെ വിചാരിച്ചിരുന്നു അല്ലേ. അങ്ങനെ കൂടാന്ന് വിചാരിച്ചിട്ട് ഒരു പ്രാവശ്യം ഇവിടെ അനീഷിന്റെ വീട്ടില് ഞങ്ങൾ കുറച്ച് പേര് കൂടി. പക്ഷെ അവിടെ കൂടിയത് റീന ബിസിനസ് പറയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവിടെ വിളിച്ചു വരുത്തി റീയൂണിയൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തിട്ട് എല്ലാവരും കൂടാതൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തിട്ട് അവിടെ ബിസിനസിന്റെ ക്ലാസ്സിന്റെ മൂപ്പന്റെ ബിസിനസ്സായി ബന്ധപ്പെട്ട ഒരു സാറിനെ വിളിച്ചുകൊണ്ട് ഇരുത്തിട്ട് ഞങ്ങള് ക്ലാസ് കേൾക്കേണ്ട അവസ്ഥയായി. അപ്പൊ അതൊരു കൂടുതലായില്ല. പിന്നെ ഇപ്പൊ ക്ലാസ്സിലായാലും ഇപ്പൊ നമ്മൾ പറയല്ലേ, കുറച്ചു പേരൊക്കെ അന്നും ഇങ്ങനെ സൈലന്റ് പോലെയായിരുന്നു. അപ്പൊ നേരത്തെ അമിത പറഞ്ഞ പോലെ നമ്മുടെ ഒരു ടീമിന് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. കുറച്ച് പേര്, ബാക്കിയുള്ളവര് നമ്മൾ അറിയാലും സംസാരിക്കുന്നല്ലാതെ അങ്ങനെ അത്ര ഇതുണ്ടായി. അതേപോലെ തന്നെ ഗ്രൂപ്പിലും അങ്ങനെയാണ്. പലരും ഇപ്പൊ അങ്ങനെയില്ല. ഇപ്പൊ ഗംഗാദേവി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു നമ്മളത് കേട്ട് വരാൻ വേണ്ടി മാത്രം ഒരു ചിലപ്പോ 2 മണിക്കൂർ നമ്മൾ ഫ്രീ ആയിട്ട് വേണം ഓൺ ചെയ്യാൻ വോയിസ് മെസ്സേജസ്. അപ്പൊ ജോലിക്ക് കഴിഞ്ഞ് വന്നിട്ടായിരിക്കും നമ്മൾ ഇരിക്കുക. അപ്പൊ പുള്ളിക്കാരിക്ക് അതൊരു നമ്മൾ റിപ്ലൈ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തായാലും ഈ പരിപാടി ഗംഭീര തന്നെയായിരുന്നു. ഞാൻ പറയാം, ഇപ്പൊ ലാസ്റ്റ് മിനിറ്റിലേക്ക് നമ്മൾ കിടക്കുന്ന വർഷം മാത്രം എല്ലാവരെയും കാണാൻ പറ്റി, നമ്മളെ ഓർമ്മകൾ പുതുക്കാൻ പറ്റി. അതാണ് ഞങ്ങൾ വീണ്ടും ഓർമ്മകളിലേക്ക് ഇങ്ങനെ ഇടാൻ കാരണം തന്നെ. നമ്മുടെ മഞ്ഞ കോളേജ് ഇവിടെ തന്നെയാണ്. ഞങ്ങൾ ആ ഹോള് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ചെയ്തത്. കാരണം ആ ലൊക്കേഷൻ പ്രോപ്പർ ആയിരുന്നു. പക്ഷെ അവിടെ എന്തോ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുണ്ട്, അതുകൊണ്ട് അവിടെ പറ്റില്ല. എന്തായാലും ഈ ഒരു സ്പോട്ടിൽ തന്നെ നമുക്ക് ഒത്തുകൂടാൻ പറ്റി, വളരെ നല്ലത്. പിന്നെ പ്രത്യേകിച്ച് മാഷുമാര് എല്ലാവരും കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പൊ നമ്മൾക്ക് ക്ലാസ് എടുത്ത ഓർമ്മകൾ, പിന്നെ അങ്ങനെ കുറച്ച് സൗഹൃദങ്ങളാണ് മാഷുമാരായിട്ടുള്ളത്. അതില് കുറച്ചും കൂടി എന്താ പറയാ, അനിൽ മാഷും അവരെ കുറച്ചും കൂടി കമ്പനി ഉണ്ടായിരുന്നു. അപ്പൊ അവരൊന്നും എത്താൻ പറ്റാത്തത് നമ്മൾ അവരെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോ പൃഥ്വിരാജ് മാഷ മിസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ലത ടീച്ചറെ ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വെച്ചിട്ട് അവിടെയൊക്കെ കണ്ടിരുന്നു. ആള് റിയലി മിസ്സിംഗ് ആണ്. അപ്പൊ വരാൻ പറ്റാതെ പോയ മാഷന്മാരിൽ അതൊരു ഇതായി. അതും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയെന്ന് വിചാരിക്കുന്നു. വന്ന മാഷന്മാർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ ക്ലാസ്, സാറിന്റെ ക്ലാസ് വീണ്ടും ആ ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. രാജീവ് മാഷയും പിന്നെ നമ്മള് ഫേസ്ബുക്കിലൊക്കെ പരിചയമുണ്ട്, കാണാറുണ്ട്, ആളുടെ അപ്ഡേറ്റ്സ് കിട്ടാറുണ്ട്. ദിലീപ് മാഷിനെ വഴിയിൽ വെച്ചിട്ട് ഇതിലേക്ക് പോകുമ്പോഴൊക്കെ ആയിട്ട് കാണാറുണ്ട്. ടീച്ചറേയും കണ്ടിട്ടില്ല, കുറെ അന്നത്തെ ഓർമ്മകളുള്ളൂ. അപ്പൊ
നമുക്ക് അപ്പോ ഇത്രേ ഉള്ളൂ. എല്ലാവരോടും എല്ലാം വളരെ സന്തോഷം. കാര്യങ്ങളൊക്കെ ഭംഗിയായി. നമുക്കിനി മാസ്റ്റർ മോനൊരു പാട്ട് പാടും. അത് കഴിഞ്ഞോടുകൂടി നമുക്ക് ഫുഡ് വെക്കാം. ഞാൻ ഇതൊരു നന്ദി പറയുന്നൂടിയാണ്. ഞാൻ ആക്ച്വലി ഒരു കാര്യം കൂടി പറയാണ്. നമ്മളിതൊരു ഒഫീഷ്യൽ പരിപാടിയായിട്ട് അങ്ങനെയല്ല. നമ്മളെല്ലാവരും കൂടി വർത്താനം പറയാ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യണം. ഭക്ഷണത്തിന് ശേഷം എല്ലാവരും വട്ടം കൂടി ഇരുന്ന് കുറച്ചു നേരം സംസാരിച്ചിട്ട് പോവാം. മോൻ വരും. അപ്പൊ അതെ അപ്പൊ നമ്മള് ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും പിരിയരുത്. ഭക്ഷണം കഴിഞ്ഞോടുകൂടി പറ്റാവുന്നവര് ഇരിക്കുക. പോകേണ്ട ദൂരത്തിലുള്ളവർക്ക് കുഴപ്പമില്ല. കുറച്ചേരം നമ്മൾ വർത്താനം പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് പോയാൽ മതി. പിന്നെ ഇത് ഞാനൊരു നന്ദി പറയലും കൂടിയാണ്. എല്ലാ മാഷന്മാർക്കും നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയണം. പിന്നെ മിഥുനെ എല്ലാവരും കുറെ നേരം പൊക്കി, അത് കാരണം ഇനി അധികം പൊക്കണില്ല. നീ നന്ദി പറയണ്ട. ശരി ശരി. പാട്ട് കേട്ടിട്ട് ഞാൻ പാടാണ് പാട്ട്. ചെറിയൊരു കുട്ടികളുടെ സിനിമയാണ്. പക്ഷെ ഒരു ന്യൂറോളജിക് സൈക്കാട്രിസ്റ്റ് ഒരു മാനസിക ആരോഗ്യമുള്ള ഒരു സിനിമയായിരുന്നു. വിക്കി പ്രകാശിന്റെ മൂന്നാമത്തിലുള്ള സിനിമ. അത് ഞാൻ തൃശ്ശൂർ ജനിച്ചപ്പോൾ തന്നെ എൻ്റെ ഷോ നോക്കിയില്ല എവിടെയാണെന്ന്. അതിൻ്റെ തിയേറ്ററിൽ കളിച്ചിരുന്നില്ല ഈ പടം. അത് ഞങ്ങളുടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ്. വിക്കി പ്രകാശനുണ്ട്. ഡ്രാമ സ്കൂളിൽ പഠിച്ചതാണ്. പാടിൻ്റെ പടത്തിലൊരു പാട്ടാണ്. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് കൂടെയായ ഔസഫച്ചൻ സാറ്, സംഗീത സംവിധായകൻ. ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ് ഔസഫച്ചൻ സാറ്. ഔസഫച്ചൻ സാറിൻ്റെ ഒരു ട്രിബ്യൂട്ട് വേണ്ടിയിട്ടാണ് പാടുന്നത്. എൻ്റെ ഗായകൻ എൻ്റെ വിഷപ്പാട്ട് പാടിയ ഗായകനാണ് ഭാവഗായകനായ നമ്മുടെ പി ജയേന്ദ്രൻ. ആളുടെ ഒരു ഇതില് എനിക്ക് ഭാഗ്യം കിട്ടിയിരുന്നു പാടാനായിട്ട്. ഞാനാണ് കമ്പോസ് ചെയ്തത്, ആളാണ് പാടിയത്. അപ്പോൾ തിയോസിക് മ്യൂസിക് തൃശ്ശൂരില് യൂട്യൂബിൽ ലിങ്ക് കൊടുത്താൽ അതില് പി ജയേന്ദ്രൻ്റെ അതിൽ കാണാം. മാളവിക നീക്കന്മാരാണ് സൗര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അതിൽ കാണാം. ഓക്കെ. എം ജി ശ്രീമാനം പാടിയിട്ടുണ്ട് കാതങ്ങളായ ദിവസങ്ങൾ. ഞാൻ പഠിച്ചത് ചിറ്റൂർ കോളേജിലാണ്. ആദ്യം പഠിച്ചത് കേരളലക്ഷ്മിയിലായിരുന്നു. പിന്നെ പാഠശാല സംസ്കൃത സ്കൂള് അവിടെ +1 +2. പിന്നെ കോളേജിൽ പഠിച്ചപ്പോൾ ഞാൻ കലാപ്രതിഭയായിരുന്നു. 2007 എനിക്ക് ഇന്റർനാഷണൽ കലോത്സവത്തിന് കലോത്സവത്തിന് എനിക്ക് ഫസ്റ്റ് കിട്ടി. പിന്നെ അടുത്ത് നമ്മുടെ ഇപ്പോഴത്തെ സിംഗറായ KS ഹരിശങ്കറിന്റെ ഒരു ഡിപ്ലോമ കോഴ്സിന് ഹരിശങ്കറിന്റെ അമ്മ ഓൺ ടീച്ചറിനെ അറിയാമല്ലോ. ടീച്ചറിന്റെ കോഴ്സിന് ഞാൻ ചേർന്നു. ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് മുന്നെയാണ് ഈ ഗായകന്റെ പരിപാടി വന്നത്. പരിപാടിയല്ല, റെക്കോർഡിങ് സ്റ്റുഡിയോ
ഞാൻ കമ്പോസ് ചെയ്ത് പാവഗായകൻ പി ചന്ദ്രൻ പാടി, ജിഷുകുമാർ പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അടുത്തിറങ്ങിയ പല്ലുട്ടി സിനിമയിലെ മ്യൂസിക് ഡയറക്ടർ മണികണ്ഠായപ്പൻ്റെ കൂടെ പാടിയിരുന്നു. ഞാനാണ് കമ്പോസിങ്. അപ്പൊ ഞാൻ ആ പാട്ടാണ് സന്ധ്യ സന്ധ്യ എന്ന സോങ്ങാണ്. ഷിബു ചക്രവർത്തിയാണ് വരികൾ. കവറൂര് ഇട്ടിച്ച് കവറ് വന്നു കഴിഞ്ഞാൽ ആണ് വിഷയം. ഇനി കണക്ട് ചെയ്യും. സന്ധ്യ സന്ധ്യ സായം സന്ധ്യ ദുഃഖത്തിനുള്ള സന്ധ്യ 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 സായം സന്ധ്യ ദുഃഖത്തിനുള്ള സന്ധ്യ കൈകൊണ്ട് ചുട്ടി കിടക്കട്ടെ നിന്നെ സന്ധ്യ സന്ധ്യ സായം സന്ധ്യ ദുഃഖത്തിൻ നനവുള്ള സന്ധ്യ. നേരം പൂത്തെടുത്ത് നേരം ഷസിൽ സന്ധ്യ സന്ധ്യ സായം സന്ധ്യ ദുഃഖത്തിനുള്ള സന്ധ്യ. ഓർമ്മകൾക്കിത്രയോ പിന്നെ കൊഴിഞ്ഞു പോയ ജന്മമായിരുന്നു. ഓർമ്മകൾക്കിത്രയോ പിന്നെ കൊഴിഞ്ഞു പോയ ജന്മമായിരുന്നു. കാടിന്റെ മുന്നേ നമ്മൾ ചേർന്ന് തുറന്നിട്ടുണ്ടാ
പിന്നൊരു കാര്യം, എൻ്റെ അമ്മയാണ് ഗുരു. ശ്രീജ ടീച്ചർ ചിത്രകോളത്തിലാണ് പഠിക്കുന്നത്. അമ്മേൻ്റെ ഒരു ഹെൽത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട് സംഗീതം. എൻ്റെ അച്ഛനും ലിറിക്ക് ചെയ്തിട്ട് ഞാൻ കമ്പോസ് ചെയ്ത് പാടിയിട്ടുണ്ട്. കടക്ക് പുറത്തെ റോമാനോസ്. ശരി. തിയോ ശരിക്കും ഞങ്ങളോട് ക്ഷമിക്കാം. തിയോന്റെ കഴിവ് കറക്റ്റായിട്ട് ഞാനൊരു ചാനലിൽ കാണാറുള്ളത്. മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുള്ളത് അവന് ശരിക്കും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ. അവൻ വിചാരിച്ച പോലെ അവൻ ഈ മൈക്ക് എന്തോ അടുത്ത് വെച്ചിട്ട് പാടിയിട്ട് തോന്നുന്നു സുഖമായിട്ട് ആ ഒരു സംഗീതത്തിന്റെ ആ ഒരു സുഖം വന്നില്ലേ. ഈ ചക്കമാഷ് മോഹൻ അറിയാലോ, അത് ഒരു സംഗീത സംവിധായകനും നല്ലൊരു ഗായകനും കാര്യങ്ങളും. അപ്പോ ഇത് നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ ആ പാട്ട് ഒരു കറക്റ്റ് ആയില്ലേ. ഈ സ്പീക്കർ സാധാരണ ഒരു പ്രസംഗത്തിനും ചെറിയൊരു ചടങ്ങിനും വേണ്ടി വെക്കുന്നത് ഒരു നല്ലൊരു സെറ്റപ്പിൽ പാടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആസ്വാദകരമായിട്ട് അവന് ചെയ്യാൻ പറ്റില്ല. നമ്മള് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് എല്ലാവരോടും നന്ദി പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആദ്യം തന്നെ ഞാൻ എന്നോട് തന്നെ നന്ദി പറയുന്നു. ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ഇവിടെ വന്നപ്പോഴും കുറെ തിരക്കുകളും ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഇന്നത്തെ ദിവസം ഇവിടെ ഒന്നും പോകില്ല. 6 മണി കഴിഞ്ഞിട്ട് പോകും. ആരൊക്കെ ഇവിടെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മണി വരെ വാടക എടുത്തിട്ടുണ്ട്. സാധാരണ അവിടെ ഇവിടെ ഇരിക്കുന്നത് കടപ്പുറത്ത് കൂടണ പോലെയല്ല. നമ്മൾ നല്ല കൂട്ടപ്പനായിട്ട് ഇവിടെ വന്നിട്ട് എല്ലാവരും അതൊക്കെ ആസ്വദിച്ചിട്ട് പോവുക. എല്ലാവരും തിരക്കുള്ളവരെയും
അപ്പൊ നീ ഹസ്ബൻഡ് പ്രശ്നമല്ലേ. പിന്നെ ആരെങ്കിലും തിരക്കുള്ളൊരു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ നന്ദി പറഞ്ഞു കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കുറെ പരിപാടികളുണ്ട്. അപ്പൊ ഇവിടെ ഈ എത്തിച്ചേർന്ന നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. എനിക്ക് ഇങ്ങോട്ട് കടന്നപ്പോയി ഇതിന് ഈ ഗേറ്റ് ഉണ്ടല്ലോ, പണ്ട് ഞങ്ങൾ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ സിഗരറ്റ് ഒഴിക്കും. അപ്പൊ ഞാൻ ഇവിടെ അമ്മമാരെ കടയിൽ കിടന്നു. ഞാനവിടെ സിഗരറ്റ് ഒഴിക്കും, ഞാൻ വലിക്കും, ജോയി വലിക്കും, പിന്നെ സുബി വലിക്കും. അമ്മ ആന്റിനായിട്ട് ഇപ്പൊ നോക്കണ്ട, അത് സിഗരറ്റ് വലിച്ചിട്ട് പിന്നെ വരും. അപ്പൊ ഒരു ദിവസം ദിലീപ് മാഷയിൽ നടന്നു വരും. ദിലീപ് മാഷ് നടന്നു വരുമ്പോ കണ്ടു ഇപ്പൊ സാധനങ്ങളൊക്കെ എന്നിട്ട് മാഷ് എൻ്റെ അടുത്ത് വന്നു. മാഷ് നമ്മുടെ ബന്ധു കൂടി ഇരുന്നു. എൻ്റെ അടുത്ത് നേരെ മൂപ്പരെ കണ്ണും മൂടും ഇപ്പോഴും ഇതുപോലെയല്ല. ഞാനും മൂപ്പരെ ഭാര്യ കല്യാണത്തിന് പോയിട്ടുണ്ട്. ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ഫുള്ള് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അപ്പൊ എന്നോട് വന്നിട്ട് ഡയറക്ടർ വന്നിട്ട് പറഞ്ഞു, നീ വലിക്കുന്നുണ്ട് കളഞ്ഞോ, കുഴപ്പമില്ല, ബാക്കി പ്രീഡിയിൽ പോയിട്ടുണ്ട്, നിങ്ങൾ കൊല്ലം കഴിഞ്ഞ് കൂടും, ഇനി അവരും കൂടി ഞാൻ മേക്കേണ്ടി വരും. ഒന്നല്ലെങ്കിൽ ഞാൻ കുറച്ചുള്ള ആൾക്കാർ കാണുള്ളൂ പോയി വലിക്കുന്നത്. അല്ലാണ്ട് ഈ ഇവിടെ അത് ആദ്യമായിട്ട് ഓർമ്മ വന്നത് ഈ വഴി ഈ ബിൽഡിങ് അന്ന് വെറുതെ പണിതിട്ടുള്ളൂ. അതിന്റെ ഇടയിലൊക്കെ കേൾപ്പുണ്ടാവും. അപ്പൊ അവിടെ വന്നിട്ട് നമ്മള് കാര്യം സാധിക്കരുത്. അപ്പൊ കുറെ ഓർമ്മകളും കാര്യങ്ങളും ഈ ഒരു പേര് നിർദ്ദേശിച്ചപ്പോഴും കാര്യങ്ങളൊക്കെ ആ ഒരു ഓർമ്മകളിലേക്ക് അങ്ങോട്ട് എത്തി. എന്തായാലും 4 മണി 5 മണി വരെ ഈ ഓർമ്മയിലാണ് ഇരിക്കുന്നത്. എന്നാലും ടിക്കറ്റ് കാശ് മുതലേ ഉള്ളൂ, തിരിച്ചും പോണ്ടേ. അപ്പൊ അത് കറക്റ്റാക്കി ഞാൻ വിചാരിച്ചേക്കാളും വളരെ ഭംഗിയാക്കി എല്ലാവരും. അതിനു വേണ്ടിയിട്ട് ഞാനിത് പ്ലാൻ ചെയ്തിട്ട് ഗ്രൂപ്പിൽ അവതരിപ്പിച്ചു. പിന്നെ അതിന് 2-3 കൺവീനർമാർ ഇട്ടു. അതിൽ കൺവീനർമാരുടെ അഭ്യാസങ്ങൾ കണ്ടിട്ട് അത് ഞാൻ കൂടുതൽ എന്താന്ന് വെച്ചാൽ നമ്മള് ഞാൻ ഇടയ്ക്കൊന്നും എടുത്തിട്ട് നോക്കുമ്പോ ഫുള്ള് ഒരു മാസത്തിൽ കൂടുതലായിട്ട് ഞങ്ങൾ പ്ലാനിങ്ങിൽ അതില് ഒരുവിധം ഈ ഫോട്ടോ തപ്പെടുത്ത് ഇവരെ എല്ലാവരും വിളിച്ചു. എല്ലാ കാര്യങ്ങളും നമ്മള് സംഘടിപ്പിച്ചു. ഞങ്ങളുടെ ഗ്രൂപ്പ് അയക്കണതാണ്. അപ്പൊ അതിൽ നിന്നിട്ട് പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഇത് ഞാൻ അന്റെ ഫോട്ടോ ഇപ്പൊ അത് ഫേഷ്യൽ ചെയ്തില്ലേ, കാരണം ഫേഷ്യൽ ചെയ്യുന്ന നടന്നില്ലേ, അല്ല അത് അറിയാം. അപ്പൊ വളരെ ഭംഗിയാക്കി തീർത്തു. ഇതില് നല്ലൊരു ഭക്ഷണം വേണം, നല്ലൊരു സൗഹൃദം പങ്കുവെക്കുമ്പോ വൈകുന്നേരത്തിൽ പങ്കുവെക്കേണ്ട ദേശീയനെ ബുക്ക് ചെയ്തു. അടിപൊളിയാക്കി, ഒന്നിലൊരു കുറവുണ്ട്. നല്ല ഭക്ഷണം സിമിലാരിറ്റി അടിപൊളി. അപ്പൊ അതും വെച്ച് കഴിക്കുന്നവർക്ക് എല്ലാവർക്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ നന്ദി പ്രകടനം കഴിഞ്ഞാൽ എല്ലാവരും ഭക്ഷണം കഴിക്കും. പിന്നെ ഇതില് ഈ എഫോർട്ടും കാര്യങ്ങളും എടുത്തിട്ടുള്ളത് ഇവരെല്ലാവരും, അവരെ മാത്രം ഞാൻ പറയില്ല, അവര് എഫോർട്ട് എടുത്ത് നിങ്ങൾ വിളിച്ചു. പക്ഷെ നിങ്ങൾ വന്നവരാണ് ശരിക്കും ഹീറോസ്. അത് വിളിച്ചു, അത് അവരെ കടമ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നു, നിങ്ങൾ അതാണ് കോഴിക്കോട് 6 മണിക്ക് ഞാൻ വിളിച്ചു. 6 മണിക്ക് ഞാൻ ഒന്ന് എണീറ്റപ്പോ ഞാൻ വിളിച്ചു. ഇവിടെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ബസ് ഇല്ല വരില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ 6 മണിക്ക് വിളിച്ചപ്പോ അവള് ഏതോ സ്റ്റാൻഡിൽ നിന്ന് കയറാൻ വേണ്ടി സമാധാനായി. എന്തായാലും അവള് അവിടെ പുറപ്പെട്ടെങ്കിലും എത്തും. അത് വഴിയൊന്നും നിൽക്കില്ലേ. അപ്പൊ അത് വളരെ സന്തോഷം. അകലത്ത് വരുമ്പോഴും കാര്യങ്ങളും അതൊക്കെ വളരെ സന്തോഷം. പങ്കെടുത്തതിൽ എല്ലാവരും പങ്കെടുത്തതിൽ വളരെയധികം സന്തോഷം. മാഷന്മാരില് ഇപ്പോ എല്ലാവരും ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അസൗകര്യം മൂലം കുറച്ച് ആൾക്കാർ പങ്കെടുത്തില്ല. അപ്പോ പങ്കെടുത്ത എല്ലാവർക്കും ചാക്കോ മാഷ് നമ്മളൊരു രീതിക്ക് കൊണ്ടുപോയി. മാഷ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല, ടീച്ചറെ കണ്ടിട്ട് ഒരുപാട് കാലമായിട്ടുണ്ടാവും. അന്ന് കണ്ടതിന് ശേഷം നമ്മൾ കണ്ടിട്ടില്ല. പണ്ട് ടീച്ചറെ വീട്ടിലേക്ക് സന്യാസിനി പുണ്യാശ്രമത്തിൽ പാട്ട് പാടുന്നു, ഭാര്യ അറിയില്ലേ. ടീച്ചറോട് ഞാൻ പറഞ്ഞു. അപ്പൊ ടീച്ചർ മാഗസിനിന്റെ പരിപാടികൾക്ക് ടീച്ചറോട് പറഞ്ഞു, സന്യാസിനി പുണ്യാശ്രമം പാട്ട് കാര്യം വീട്ടിലേക്ക് പോയത്. കാസറ്റ് ടീച്ചർ തന്നത്. എന്നിട്ട് ഞാൻ വീട്ടുകൊണ്ടിട്ട് പഠിപ്പല്ല, സന്യാസിനിയുടെ കുറെ സംഭവങ്ങളൊക്കെ പോയി. എന്നാലും ഞാൻ ഒപ്പിച്ച സാധനം സന്യാസിനി ഹൈപ്പിച്ചു
പ്രത്യേകിച്ചൊന്നും കിട്ടില്ല. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെ പോലെ ഞാൻ നിന്നു. സന്യാസിനി ഓ ഞാൻ ഇനി പാടുണ്ട്, നന്നായി വേറെ പാട്ട് പഠിച്ചിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഇത് വൻ വിജയാക്കി തീർത്തിട്ട് ഞങ്ങൾ ടിക്കറ്റ് കാശ് മുതലാക്കി അത് ഞാൻ തരാം. അപ്പോ ഔദ്യോഗികമായിട്ട് നമ്മൾ ഈ ചടങ്ങ് പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം സന്തോഷം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുറത്തുനിന്ന് വരുമ്പോ അറിയാലോ നമുക്ക് ഈ എക്സൈറ്റ്മെന്റ് കൂടും. അത് വളരെയധികം ഭംഗിയാക്കി തീർത്തല്ലോ. അപ്പൊ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ബോക്സ് ചെറിയ